ഹായ് ഓൾ വെൽക്കം ടു ബുക്ക് ഹൗസ്. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൻറ്റംബറി ടെയിൽസിലെ പ്രൊലോഗ് ടു ദ വൈഫ് ഓഫ് ബാത്സ് ടെയിലാണ്. അപ്പോൾ കാൻറ്റംബറി ടെയിൽസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പറയുന്നില്ല, വലിച്ചു നീട്ടുന്നില്ല. ഞാൻ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് വൈഫ് ഓഫ് ബാത്ത് ആരാന്ന് നോക്കാം കേട്ടോ. അവർ ഗ്യാപ്പ് ടൂത്ത്, സൈൻ ഓഫ് ബോൾനെസ് ആണ്, പിന്നെ കുറച്ച് ഗ്ലട്ടണിയൊക്കെ ഉണ്ട്, ഒരു ചെവി അടിച്ചു പോയതാണ്. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് അങ്ങോട്ട് വരുമ്പോൾ പറയും കേട്ടോ, അതൊരു കലിപ്പൻ്റെ കാന്താരിയാണ് നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് എന്ന് പറയുന്നത്. അവരുടെ ഹസ്ബൻഡ് അടിച്ചു പൊട്ടിച്ചതാണ് 1 ഇയർ എന്ന് പറഞ്ഞാൽ. അതുപോലെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോത്തുകളൊക്കെ ധരിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഷീ ഈസ് ഫേമസ് ഫോർ ക്ലോത്ത് മേക്കിംഗ് ആൻഡ് ഷീ വാസ് ഹെർ സെൽഫ് എൻ എക്സ്പെർട്ട് ഇൻ വീവിങ്. അതായത് എംബ്രോയിഡറിയിലൊക്കെ അവർ ഭയങ്കര എക്സ്പെർട്ടായിരുന്നു. ഇനി അവർ ഭയങ്കര ഒരു ഓണറബിൾ ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. ഷീ ഹാഡ് 5 ഹസ്ബൻഡ്സ് ആൻഡ് ചർച്ച് ഡോർ ആൻഡ് മെനി ലവേഴ്സ് ഇൻ ഹർ യൂത്ത്, ബട്ട് ദ നാരറ്റീവ് സേസ് ദാറ്റ് ദർ ഇസ് നോ നീഡ് ടു ടോക്ക് അബൌട്ട് ദാറ്റ് നൗ. അതായത് അവർ ചർച്ചിൽ വെച്ച് ഒഫീഷ്യലി മാരേജ് ചെയ്തത് 5 പേരെയാണ്, അല്ലാതെ ഒത്തിരി ആയിട്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. ഓക്കെയാണ്. ഇനി നമുക്ക് അവരെ പറ്റി പറയാനാണെങ്കിൽ ഷീ വൈഡ്ലി ട്രാവൽഡ് ഇൻ ഇറ്റലി, സ്പെയിൻ, ബീൻ ടു ജെറുസലേം ത്രൈസ്. ജെറുസലേമിൽ 3 വട്ടം പോയിട്ടുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് ഹോഴ്സൊക്കെ ഓടിക്കും. ആൻഡ് ലവ് ടു ടെൽ റൊമാൻറ്റിക് ടെയിൽസ് ആൻഡ് ടു ഗോസിപ്പ്. ഇനി അവർ ഭയങ്കരമായിട്ട് സ്നേഹത്തിൽ എക്സ്പീരിയൻസ്ഡ് ആണ്, ഹെൽത്തിയാണ്. ഇതൊക്കെയാണ് നമുക്ക് വൈഫ് ഓഫ് ബാത്തിൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അവരൊരു സ്റ്റോറി പറയുമല്ലോ. എന്തായാലും കാൻറ്റർബറി ടെയിൽസിൽ എത്ര സ്റ്റോറി വീതം പറയണം എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് വൈഫ് ഓഫ് ബാത്തിൻ്റെ ഒരു 2 സ്റ്റോറീസ് ഉണ്ട്. അതിനകത്ത് വൈഫ് ഓഫ് ബാത്തിൻ്റെ സ്റ്റോറിയുടെ പ്രൊലോഗാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ സ്പാർക്ക് നോട്ട്സ് നോക്കിയിട്ടായിരിക്കും കേട്ടോ നോട്ട്സ് പറയുന്നത്. അതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. അപ്പോൾ കയറി നോക്കിയാൽ മതി, നോട്ട്സ് കിട്ടും. ഓക്കെ, നമുക്ക് വൈഫ് ഓഫ് ബാത്ത്. ആദ്യം അവിടെ ടെയിൽ തുടങ്ങുന്നതിന് മുന്നേ ഒരു പ്രൊലോഗ് പറയുന്നുണ്ട്. എന്താണ് പ്രൊലോഗ് നമുക്കറിയാം, ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. അതായത് അവരെന്ന് വെച്ചാൽ കുറച്ച് സെക്സി ആയിട്ടുള്ള ലേഡിയാണ്. ഇപ്പം മാരേജിലാണെങ്കിലും കുറച്ച് അതോറിറ്റി അവർക്കാണ് കൂടുതൽ. ആ ഒരു ടൈപ്പ് ഓഫ് ലേഡിയാണ് നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ്സ് ഡ്യൂ ടു ഹർ എക്സ്റ്റെൻസീവ് പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ മാരേജിനെ പറ്റി അവർക്കെല്ലാം പറയാനറിയാം, ബിക്കോസ് അത്രമാത്രം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി 12ാമത്തെ വയസ്സിലാണ് അവർ ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്നത്. ഷീ ഹാസ് ഹാഡ് 5 ഹസ്ബൻഡ്സ്, 5 ഹസ്ബൻഡ്സ് ഉണ്ട്. ഷീ സേസ് ദാറ്റ് മെനി പീപ്പിൾ ഹാവ് ക്രിട്ടിസൈസ്ഡ് ഹർ ഫോർ ഹർ ന്യൂമറസ് മാരേജസ്, മോസ്റ്റ് ഓഫ് ദം ഓൺ ദ ബേസിസ് ദാറ്റ് ക്രൈസ്റ്റ് വെൻ ഓൺലി വൺസ് ടു എ വെഡിങ് അറ്റ് കാന ഇൻ ഗലീലി. നമ്മുടെ ഈ ഒരു വർക്കിൽ, ഈ വൈഫ് ഓഫ് ബാത്തിൻ്റെ സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ കുറേ കറപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അതുപോലുള്ള കാര്യങ്ങൾ അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ചോർച്ചൊക്കെ ആണെങ്കിൽ ബൈബിളിൽ പറഞ്ഞേക്കുന്നത് വളച്ചൊടിച്ച് ആൾക്കാരെ കറപ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവരും കുറേ എന്തൊക്കെയോ കറപ്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, വളച്ചൊടിച്ച് അവർ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് വാദിക്കാൻ വേണ്ടി. അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പറയാം. അതായത് നമ്മുടെ വൈഫ് ഓഫ് ബാത്തിന് അവരുടേതായ വ്യൂസ് ഓഫ് സ്ക്രിപ്ചർ ആൻഡ് ഗോഡ്സ് പ്ലാൻ ഒക്കെ ഉണ്ട്. ഇപ്പോൾ സ്ക്രിപ്ചർ ആണെങ്കിലും നമ്മുടെ ചോളമിയുടെ ഒരു വോക്കുണ്ട്, ഞാനിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. ആ ഒരു വോക്ക് അവർ പറയും, ആ ഒരു വോക്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, സോ ഞാൻ ചെയ്യുന്നതൊക്കെ ജസ്റ്റിഫയബിൾ ആണെന്ന് പറയും. ആ വോക്കിൽ അങ്ങനെ ഒരു അതിനെപ്പറ്റി ഒരു അംശം പോലും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ അവർ കുറേ വളച്ചൊടിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയും. ഷീ സേസ് ദാറ്റ് മെൻ ക്യാൻ ഓൺലി ഗസ് ആൻഡ് interpret what Jesus meant when he told a Samaritan woman that her fifth husband was not her husband. With or without this bit of scripture, no man has ever been able to give her an exact reply when she asked to know how many husbands a woman may have in her lifetime. അതുപോലെ അവർ പറയും, അവർക്ക് ഇത്രയും നല്ല ദൈവം, ഇത്രയും നല്ല ഒരു ലൈഫ് അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? ദാറ്റ് അതിൻ്റെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ജീവിക്കുക, അതിന് വേണ്ടിയാണ് ദൈവം ഇത്രയും നല്ല ഒരു ലൈഫ് നമുക്ക് തന്നിരിക്കുന്നതെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, ആഫ്റ്റർ ഓൾ ഗ്രേറ്റ് ഓൾഡ് ടെസ്റ്റമെൻറ്റ് ഫിഗേഴ്സ് ലൈക്ക് അബ്രഹാം, ജേക്കബ് ആൻഡ് സോളമൻ എൻജോയ്ഡ് മൾട്ടിപ്പിൾ വൈസ് അറ്റ് വൺസ്. അതായത് അവർക്ക് 5 ഹസ്ബൻഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി അവർ പറയും ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ എബ്രഹാമിനും ജേക്കബിനും സോളമനൊക്കെ ഒത്തിരി വയസ്സ് വരെ സമയം ഉണ്ടായിരുന്നു. She admits that many great fathers of the church have proclaimed the importance of virginity, such as the Apostle Paul. അപ്പോൾ ഒരുപാട് പേര് വെർജിനിറ്റി അതിൻ്റെ ഒരു മഹാത്മ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഷീ റീസൺസ് ഈവൻ ഇഫ് വെർജിനിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്, സമ്മൺ മസ്റ്റ് ബി പ്രൊക്രിയേറ്റിംഗ് സോ ദാറ്റ് വെർജിൻസ് ക്യാൻ ബി ക്രിയേറ്റഡ്. അപ്പോൾ വെർജിനിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ശരിയാണ്. പക്ഷേ ഈ ഒരു വെർജിൻസിനെ ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ പ്രൊക്രിയേഷൻ നടത്തിയാൽ മാത്രമല്ലേ അവർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ലീഫ് വെർജിൻ, ഓക്കെ നമ്മൾ പറഞ്ഞു. അവർ പറയുന്നു, ഓക്കെ, ഈ ഒരു ലോകത്ത് ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് കിട്ടിയെന്ന് വെച്ചാൽ ഡൗട്ട്ലെസ് ആയിട്ട് നമുക്ക് പറയാം അത് അവരുടെ സെക്ഷൽ പവർ തന്നെയാണ്. അതായത് നമ്മുടെ വൈഫ് ഓഫ് ബാത്തിൻ്റെ സെക്ഷൽ പവറാണ്. ഷീ യൂസസ് ദിസ് പവർ ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു കൺട്രോൾ ഹർ ഹസ്ബൻഡ്സ്. അപ്പോൾ അവരുടെ ഹസ്ബൻഡ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിതൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇനി ഈ ഒരു സമയത്ത് പാർട്ട്ണർ
പാർട്ണർ, അതായത് നമ്മുടെ ക്യാരക്ടർ ആണ്, മറ്റൊരു ക്യാരക്ടറാണ് പാർട്ണർ, അദ്ദേഹം ഇൻറ്ററപ്റ്റ് ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറയും, ഞാൻ സൂൺ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പോവുകയാണ്, അപ്പം നീ പെണ്ണുപിള്ള ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ഇദ്ദേഹത്തിൻ്റെ വൈഫ് ഇനി എങ്ങാനും പാർട്ണറിൻ്റെ ബോഡി എങ്ങാനും കൺട്രോൾ ചെയ്യൂ അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം കയറി ഇങ്ങനെ ഇൻട്രപ്റ്റ് ചെയ്യുമ്പം വൈഫ് ഓഫ് ബാത്ത് പറയും, അനിയാനിൽ ഞാൻ ബാക്കി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾ കുറച്ച് പേഷ്യൻസ് ആയിട്ട് ഞാൻ പറയണം മൊത്തം കേൾക്കൂ, ഞാൻ മാരേജിനെ പറ്റി ട്രൂത്ത് പറഞ്ഞു തരാം, ബിക്കോസ് എൻ്റെ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരാണ് ഇവിടെ ഉള്ളത്, അപ്പോൾ നിങ്ങൾ കുറച്ച് ക്ഷമയോടെ കേൾക്കൂ എന്ന് പറയും. ഓഫ് ആ 5 ഹസ്ബൻഡ്, ഈ 3 ഹസ്ബൻഡ്സ്, 5 ഹസ്ബൻഡ്സ് ഉണ്ടല്ലോ, അതിൽ 3 പേര് ഗുഡ് ആയിരുന്നു, 2 പേര് ബാഡ് ആയിരുന്നു. എങ്ങനെയാണ് ഗുഡെന്നും എങ്ങനെയാണ് ബാഡെന്നും നോക്കാം. ഓക്കെ, ആദ്യത്തെ 3 പേരെന്ന് വെച്ചാൽ ഭയങ്കര നല്ല ആൾക്കാരായിരുന്നു. ഷീ അഡ്മിറ്റ്സ്, മോസ്റ്റ്ലി ബിക്കോസ് അവർ ഭയങ്കര റിച്ച് ആയിരുന്നു, ഓൾഡ് ആയിരുന്നു, ഓൾസോ അവർ സബ്മിസീവ് ആയിരുന്നു. ഇനി അവരാണെങ്കിൽ ഈ പെണ്ണുമ്പിള്ളുണ്ടല്ലോ നമ്മുടെ ബാത്ത്, അവരാണെങ്കിൽ അവരുടെ ഹസ്ബൻഡ്സിനെ ഒരുപാട് ടോർമെൻറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അതായത് കുറേ അവരുടെ ഓൾഡ് ഹസ്ബൻഡുമായിട്ട് കുറേ ടിപ്പിക്കൽ കോൺവെർസേഷനിലൊക്കെ പോകും, അങ്ങനെ കുറേ ടോർമെൻറ്റ് ചെയ്യുമായിരുന്നു, കുറേയായിട്ട് കഷ്ടപ്പെടുത്തുമായിരുന്നു അവരെ. അതുപോലെയാണെങ്കിൽ പറയും നിങ്ങൾക്ക് വേറെ അഫെയർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡിനെ കടന്ന് അക്യൂസൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അവരുമായിട്ട് അടിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ പ്രത്യേകതരം ഒരു സ്ത്രീയായിരുന്നു നമ്മുടെ ബാത്ത് എന്ന് പറയുന്നത്. ഇഫ് വൺ ഓഫ് ഹസ്ബൻഡ് ഗോട്ട് ഡ്രങ്ക്, ഷീ വുഡ് ക്ലെയിം ഹീ സെഡ് ദാറ്റ് എവരി വൈഫ് ഈസ് ഔട്ട് ടു ഡിസ്ട്രോയ് ഹർ ഹസ്ബൻഡ്. ഹീ വുഡ് ദെൻ ഫീൽ ഗിൽറ്റി. ഓക്കെ, അതായത് ഇപ്പോൾ അവരുടെ ഹസ്ബൻഡ് ഡ്രങ്കനായിട്ട് വീട്ടിൽ വന്നെന്ന് വെച്ചോ, അപ്പോൾ ഇവരിതുപോലെ ഇദ്ദേഹം പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഗിൽറ്റി കോൺഷ്യസ് ആവും, അയ്യോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, ശരിയായില്ലെന്നോ എന്നൊക്കെ ഇയാൾക്ക് തോന്നും. ഓക്കെ, എന്നിട്ട് അതിനൊരു പ്രായച്ചിത്തം പോലെ ഇവൾ എന്താണ് ചോദിക്കുന്നത് അതെന്ത് ചെയ്യും, ഇവൾക്ക് കൊടുക്കും. അങ്ങനെയാണ്. ഓൾ ഓഫ് ദിസ് ദ വൈഫ് ഓഫ് ബാത്ത് ടെൽസ് ദ റെസ്റ്റ് ഓഫ് ദ പിൽഗ്രിംസ് വാസ് എ പാക്ക് ഓഫ് ലൈസ്. ഹർ ഹസ്ബൻഡ് നെവർ ഹെൽഡ് ദീസ് ഒപ്പീനിയൻസ് ബട്ട് ഷീ മെയ്ഡ് ദീസ് ക്ലെയിംസ് ടു ഗിവ് ദം ഗ്രീഫ്. അതായത് ആക്ച്വലി ഹസ്ബൻഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ അവരുടെയൊക്കെ ഒരു ഗിൽറ്റി കോൺഷ്യസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് സ്വന്തമായിട്ട് അങ്ങ് കുറേ പറഞ്ഞ നുണകൾ മാത്രമാണിത്. വൈസ് ഷീ വുഡ് ചീസ് ഹർ ഹസ്ബൻഡ് ഇൻ ബെഡ്, റെഫ്യൂസിങ് ടു ഗീവ് ദം ഫുൾ സാറ്റിസ്ഫാക്ഷൻ അണ്ടിൽ ദേ പ്രോമിസ്ഡ് ഹർ മണി. അതായത് അവരുടെ ഹസ്ബൻഡാണ് ഇവരൊക്കെ, പക്ഷേ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലെ ബോഡി സെല്ല് ചെയ്തിട്ട് ക്യാഷ് മേടിക്കുന്നില്ലേ, അതുപോലെ ഇവരും അവരുടെ ഹസ്ബൻഡിനെ ഇതുപോലെ കംപ്ലീറ്റ്ലി സബ്മിസീവായിട്ട് നിൽക്കത്തില്ല. അങ്ങനെ നിൽക്കണമെങ്കിൽ എന്ത് വേണം, പൈസ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പൈസ മേടിക്കും. She admits proudly to using her verbal and sexual power to bring her husbands to total submission. ഇതാണ് നമ്മുടെ പ്രൊലോഗിൻ്റെ പാർട്ട് 1. ഇനി നമ്മുടെ സ്പാർക്ക് നോട്ട്സിൽ ഇതിൻ്റെ അനാലിസിസ് കിടപ്പുണ്ട്, ഞാൻ വായിച്ചു നോക്കിയിട്ട് ഒരുപാടൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല ചോളമിയുടെ ഒരു വർക്ക് അൽ മജസ്റ്റി, ഈ ഒരു വർക്കിലാണ് അവർ വായിച്ചിട്ട് കുറേ ഫ്രൈസൊക്കെ പറയും കേട്ടോ. പക്ഷേ ആക്ച്വലി ആ ഒരു ഫ്രൈസൊന്നും അതിനകത്തില്ല, അത് പറയാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഓൾസോ ഷീ ഇമിറ്റേറ്റ്സ് ദ വേസ് ഓഫ് ചർച്ച്മെൻ ആൻഡ് സ്കോളേഴ്സ് ബൈ ബാക്കിംഗ് അപ്പ് ഹർ ക്ലെയിംസ് വിത്ത് കൊട്ടേഷൻ ഫ്രം സ്ക്രിപ്ചർ ആൻഡ് വർക്ക്സ് ഓഫ് ആൻറ്റിക്വിറ്റി. അപ്പോൾ അന്നത്തെ ചർച്ചും ഇതുപോലെ കറപ്ഷൻസ് ആയിരുന്നു. നമുക്കിതിനകത്ത് തന്നെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, പാടണമല്ലേ, അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുറേ സംഭവം കൊടുക്കൂലേ, ഇഷ്യൂ ചെയ്ത് കൊടുക്കും, ഇഷ്യൂ ചെയ്ത് കൊടുക്കും. അങ്ങനെ കുറേ ചർച്ചസിൽ കുറേ കറപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ്, സ്ക്രിപ്റ്റേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും, അത്ര തന്നെ. അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, മനസ്സിലായോ? വൈഫ് ഈസ് എക്സാക്ട്ലി വാട്ട് ദ മിഡീവൽ ചർച്ച് സോ ആസ് എ വിക്കഡ് വിമൻ. അതായത് ഒരു നശിച്ച പെണ്ണുപിള്ള, അങ്ങനെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് പെണ്ണുപിള്ളയാണ് അന്നത്തെ കാലത്ത് ആൾക്കാർ കണ്ടിരുന്നത്. അവരിങ്ങനെയായിരുന്നു. അപ്പോൾ അവരതിനെ ജസ്റ്റിഫൈ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ബൈബിളിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ഈ സ്ക്രിപ്റ്റേഴ്സിൽ ഇങ്ങനെ ഉണ്ടല്ലോ, പിന്നെ എന്താ ചോളമയുടെ ഈ ഒരു വോക്കിൽ ഇങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരതിനെ എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടെ ജസ്റ്റിഫൈ ചെയ്ത് കാണിക്കുന്നു. ഓക്കെയാണേ. പിന്നെ നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് ഉണ്ടല്ലോ, ഇത്രയൊക്കെ ആൾക്കാർ കുറ്റം പറഞ്ഞാലും ഒക്കെ ഒരു ഇൻഡിപെൻഡൻറ്റ് വിമൻ അല്ലേ, സ്വന്തമായിട്ട് കുറേ ട്രാവൽ ചെയ്യുന്നു, ഭയങ്കര സുപ്പീരിയർ ആണ്, ആർക്കും സബ്മിസീവായിട്ട് നിൽക്കുന്നില്ല അല്ലേ. അപ്പം അത് കുറച്ചും കൂടെ നല്ല, ആ ഒരു കാലത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ലേഡിയാണ് നമ്മുടെ വൈഫ് ഓഫ് ബാത്ത്. നമുക്കൊരു ഫെമിനിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷനൊക്കെ ഇവർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇനി നമുക്ക് പാർട്ട് 2 കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അവർ പറഞ്ഞു 3 ഹസ്ബൻഡ്, നല്ല ഗുഡ് ഹസ്ബൻഡിനെ പറ്റി പറഞ്ഞു. സെക്കൻഡിൽ അവർ 2 ബാഡ് ഹസ്ബൻഡിനെ പറ്റി പറയാണ്. ഫോർത്ത് ഹസ്ബൻഡ്, നാലാമത്തെന്ന് വെച്ചാൽ അവർ ആയിരുന്നപ്പോൾ കല്യാണം കഴിച്ചിരുന്നതാണ്. വെസ് റെവലർ ആൻഡ് ഹി ഹാസ് എ പാരമർ ഓർ മിസ്ട്രസ്. Remembering her wild youth, she becomes wistful as she describes the dancing and singing in which she and her fourth husband used to indulge. അപ്പോൾ ആ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്, നൊസ്റ്റാൾജിക് ആവുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയണം, അയ്യോ ഇപ്പോൾ ഞാൻ എന്തുമാത്രം വയസ്സായിപ്പോയി, പണ്ട് ഞാൻ എന്ത് രസമായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാണ്. ഇപ്പോൾ എൻ്റെ ബ്യൂട്ടിയൊക്കെ പോയി എന്നൊക്കെ പറയുന്നു. She will try to be merry, for though she has lost her floor,
ഫ്ലോർ FLOUR ആണ്. അവളുടെ ഒരു ഫ്ലോർ നഷ്ടപ്പെട്ടെങ്കിൽ അവർ ഭയങ്കര മെറി ആയിട്ടിരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഷി വിൽ ട്രൈ ടു സെൽ ദ ബ്രാൻഡ് ദാറ്റ് റിമെയിൻസ്. ബാക്കിയുള്ള തവിട് സെല് ചെയ്യാനാണ് അവർ വിചാരിക്കുന്നത്. ഇപ്പോൾ അവർ 6th ഹസ്ബൻഡിനെ തേടി നടക്കുകയാണ്. അപ്പം ഓൾറെഡി എൻ്റെ ഫ്ലോർ ആ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, ബാക്കി തവിട് കുറച്ചുണ്ട്, അത് വിൽക്കാൻ വേണ്ടി നടക്കുകയാണ്. റിയലൈസിങ് ദാറ്റ് ഷി ഹാസ് ഡിഗ്രസ്ഡ് റിട്ടേൺസ് ടു ദ സ്റ്റോറി ഓഫ് എ ഫോർത്ത് ഹസ്ബൻഡ്. അപ്പോൾ അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അയ്യോ ഞാനിപ്പോൾ ഒട്ടും ബ്യൂട്ടി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവരുടെ ഫോർത്ത് ഹസ്ബൻഡിൻ്റെ കഥയിലേക്ക് പോയി. എന്നിട്ട് അവർ പറയും, ഷി വാസ് ഇൻ ഹിസ് പർഗേറ്ററി ഓൺ എർത്ത് ഓൾവേസ് ട്രൈങ് ടു മേക്ക് ഹിം ജലസ്. ഹി ഡൈഡ് വൈൽ ഷി വാസ് ഓൺ പിൽഗ്രിമേജ് ടു ജെറുസലേം. അപ്പോൾ ജെറുസലേമേക്കുള്ള അവരുടെ പിൽഗ്രിമേജിലാണ് ഇദ്ദേഹം മരിച്ചു പോയെന്ന് പറയുന്നുണ്ട്. ഇനി ഫിഫ്ത്ത് ഹസ്ബൻഡ്, അതാണ് ഒരു ഒന്നൊന്നര ഹസ്ബൻഡ്, കലിപ്പൻ്റെ കാന്താരിയായിരുന്നു കേട്ടോ. അദ്ദേഹത്തിനെ പറ്റി കുറേ പറയാനാണെങ്കിൽ ഇവർക്ക് കുറേ ഉണ്ട്. ഷി ലവ്ഡ് ഹിം ഈവൻ ദോ ഹി ട്രീറ്റഡ് ഹർ ഹോറിബിളി and beat her. He was coy and flattering in bed and always won her back. Women, the wife always says, always desire what is forbidden them and run away from whatever pursues is forced upon them. ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ ഹസ്ബൻഡിനെ അവർ ഉപേക്ഷിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മണി. ബാക്കിയുള്ള എല്ലാവരും മണിക്ക് വേണ്ടിയിട്ട് അവർ കല്യാണം കഴിച്ച്, ഇയാൾ അതിന് വേണ്ടിയിട്ടുള്ള സ്നേഹം, ഫോർ ലവ്, അതാണ് ചെയ്തത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സോർബയായിട്ട് എന്തോ ഒരു ബന്ധമില്ല. നിങ്ങൾ സോർബാദ ഗ്രീക്ക് പഠിച്ചിട്ടുണ്ടോ കസന്താക്കിസിൻ്റെ? അതുമായിട്ടൊക്കെ എന്തൊക്കെയോ ഒരു ബന്ധം തോന്നില്ലേ? He was a poor ex-student who boarded with the wife's friend and confidant. When she first met his fifth ഹസ്ബൻഡിൻ്റെ പേരുണ്ട് ജാൻകിയൻ. എനിക്കറിയില്ല എങ്ങനെയാണോ പറയേണ്ടതെന്ന്. JANKYN, അതാണ് സ്പെല്ലിംഗ്. ഷി വാസ് സ്റ്റിൽ മാരിഡ് ടു ഹർ ഫോർത്ത്. While walking him with one day, she told him that she would marry him if she were widowed. അവർ കുറേ തള്ളുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് അവർക്ക് തള്ളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഈ ഒരു ഫിഫ്ത്തിൻ്റെ കണക്ഷൻ വിട്ടുപോയി. പഴയ ഫോർത്തിൻ്റെ ബാക്കി പറയാണ്. ആ ഫോർത്ത് ഹസ്ബൻഡിൻ്റെ ഫ്യൂണറലിനെ പറ്റിയൊക്കെ പറയാണ്. ആൻഡ് ഷീ മെയ്ഡ് എ ബിഗ് ഷോ ഓഫ് ക്രൈയിങ് ഓൾ ദോ ഷീ അഡ്മിറ്റ് ഷീ ആക്ച്വലി ക്രൈഡ് വെരി ലിറ്റിൽ സിൻസ് ഷീ ഓൾറെഡി ഹാഡ് എ ന്യൂ ഹസ്ബൻഡ് ലൈൻഡ് അപ്പ്. അപ്പം എൻ്റെ ചേട്ടാ നിങ്ങൾ പോയല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ അത് വെറും ഷോ ആയിരുന്നു. അവൾക്ക് ഓൾറെഡി ഫിഫ്ത്ത് ഹസ്ബൻഡിനെ കിട്ടിയല്ലോ, അപ്പം പിന്നെ ചുമ്മാ വെറുതെ ഷോയ്ക്ക് വേണ്ടി കരഞ്ഞു, അത്ര തന്നെ. ഇനി ടൈമില്ല. ഫിഫ്ത്ത് ഹസ്ബൻഡ് ജെൻകിൻ അല്ലേ, അദ്ദേഹത്തിന് 20 ഉള്ളായിരുന്നു, പക്ഷെ അവർക്ക് 40 ഉണ്ടായിരുന്നു. ബട്ട് ഷി വാസ് ഓൾവേസ് എ ലെസ്സി വിമൻ ആൻഡ് തോട്ട് ഷീ കുഡ് ഹാൻഡിൽ ഹിസ് യൂത്ത്. But she says she came to regret the age difference because he would not suffer her abuse like her past husband and gave some of his own abuse in return. ഓക്കെ, അപ്പോൾ പാവം പിടിച്ച പഴയ പാസ്റ്റ് ഹസ്ബൻഡ്സിനെ പോലെ ഇവളുടെ ആ ഒരു ടോർമെൻറ്റേഷൻ ഒന്നും അയാൾ സഹിച്ചില്ല. അയാളെ കൊണ്ടൊക്കുന്നതൊക്കെ അയാളും തിരിച്ചു കൊടുത്തു. She had a book of wicked wives, she recalls, called Valerie and Theophraste. ഇദ്ദേഹത്തിന് ഒരു ബുക്ക് ഓഫ് വിക്ഡ് വൈഫ്സ് തന്നെ ഉണ്ട് കേട്ടോ, എ ബുക്ക് ഓഫ് വിക്ഡ് വൈഫ്സ്. ദിസ് ബുക്ക് കണ്ടെയ്ൻ ദ ഹിസ്റ്റോറീസ് ഓഫ് മോസ്റ്റ് ഡിസീറ്റ്ഫുൾ വൈഫ്സ് ഇൻ ഹിസ്റ്ററി. അതായത് ഏറ്റവും കൂടുതൽ ലോകത്ത് ചതിക്കുന്ന സ്ത്രീകളെ പറ്റിയിട്ടുള്ള സ്റ്റോറീസ് ആണ്. അതിൽ ഫസ്റ്റ് തന്നെ, ഓ മൈ ഗോഡ്, നമ്മുടെ ഈവാണ്. ആദത്തിൻ്റെയും ഈവിലെയും ഈവ്. ഈ ആദത്തിനെ കൊണ്ട് ഫോർബിഡൻ ഫ്രൂട്ടൊക്കെ കഴിപ്പിച്ചില്ലേ, അതായിരിക്കാം. ഹു ബ്രോട്ട് ഓൾ മാൻകൈൻഡ് ഇൻ ടു സിൻ ബൈ ഫസ്റ്റ് ടേക്കിംഗ് ദ ആപ്പിൾ ഇൻ ദ ഗാർഡൻ ഓഫ് ഈദൻ ഫ്രം ദെയോ. ഇറ്റ് ക്രോണിക്കിൾഡ് ഡെലിയാസ് ബിട്രയൽ ഓഫ് സാംസൺ. ഓക്കെ, കുറേ ആൾക്കാരാണ് ഈവുണ്ട്. എല്ലാ മനുഷ്യന്മാർക്കും ആ ഒരു സിൻ കൊടുത്ത ഈവുണ്ട്. അതുപോലെ ഡെലിയാസ് ബിട്രയൽ ഓഫ് സാംസൺ, പിന്നെ നമ്മുടെ കുറേ ഫേമസ് സ്റ്റോറീസ് ആണ് ഉള്ളത്. ഇനി ജാൻകിൻ വുഡ് ടോർമെന്റ് ദ വൈഫ് ഓഫ് ബാത്ത് ബൈ റീഡിങ് ഔട്ട് ഓഫ് ദിസ് ബുക്ക് അറ്റ് നൈറ്റ്. ഓക്കെ, ഈ ഒരു ദിവസം രാത്രി ഈ ബുക്കൊക്കെ വായിച്ചിട്ടാണ് വൈഫ് ഓഫ് ബാത്തിനെ പാവം അങ്ങേരെ എടുത്തിട്ട് ഈ പാവത്തിനെ എടുത്തിട്ട് അടിക്കുന്നത്. ഓക്കെ, വൺ ഈവനിങ് ഔട്ട് ഓഫ് ഫ്രസ്ട്രേഷൻ ദ വൈഫ് ചിയേഴ്സ് 3 pages ഔട്ട് ഓഫ് ദ ബുക്ക് ആൻഡ് പഞ്ചസ് ജാൻകിൻ ഇൻ ദ ഫേസ്. ഒരു ദിവസം ഈ പെൺപിള്ള എന്ത് ചെയ്തു, ആ ബുക്കിൻ്റെ 3 പേജ് വലിച്ചു കയറിയിട്ട് ഇയാളുടെ മൂക്കിട്ടൊരു ഇടിയും കൊടുത്തു. Jankin repays her by striking her on the head, which is the reason she explains in the line 636 that she is now deaf in 1 year. അപ്പോൾ അതിൻ്റെ പ്രതികാരത്തിനായിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇയാൾ തിരിച്ച് അവരുടെ തലമണ്ടയ്ക്കിട്ട് ഒരെണ്ണം കൊടുത്തു. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഡെഫായത്. She cries out that she wants to kiss him before she dies, but when he comes over, she hits him again. അപ്പോൾ അയ്യോ, അപ്പോൾ അവർക്ക് തന്നെ തോന്നുന്നു ഞാനിപ്പോൾ എന്തോ മരിക്കുക, മീൻസ് അത്രയ്ക്ക് പെയിൻഫുൾ ആയിരുന്നു. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഞാൻ മരിക്കാൻ പോവാണ്, എനിക്കൊന്ന് ലാസ്റ്റ് കിസ് തരണം എന്നൊക്കെ തോന്നുന്നു. പക്ഷേ അയാൾ വന്നപ്പോൾ അയാൾ പിന്നെ അടിക്കാനുള്ള ഉണ്ടായത്. അപ്പോൾ അവിടെ വലിയൊരു അടിയൻ ഉണ്ടായി കാണും കേട്ടോ. They finally manage a truce in which he hands over all his meager estate to her and she acts kindly and loving. Her child of her marriage is finished. അപ്പോൾ ഇതോടുകൂടി അവളുടെ മാരേജിനെ പറ്റിയുള്ള സ്റ്റോറീസ് അവസാനിച്ചു. The wife announces that she will tell her story, eliciting laughter from the friar, who exclaims,
ദിസ് ഈസ് എ ലോങ് പ്രിയാമ്പിൾ ഓഫ് എ ടെയിൽ. അപ്പോൾ ഇനി പറഞ്ഞു എൻ്റെ പ്രൊലോഗ് ഇവിടെ അവസാനിച്ചു കഴിഞ്ഞ സുഹൃത്തുക്കളെ, ഇനി ഞാൻ എൻ്റെ കഥ പറയാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രയർ പറയാണ്, പ്രൊലോഗ് തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി ഇപ്പോൾ സ്റ്റോറി എന്തുമായിരിക്കും, ഈ രാത്രി അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു. The summoner tells him to shut up and they exchange some angry words. The host quiets everybody down and allows the wife of Bath to begin the story. അപ്പോൾ സമ്മണർ പറയും ഇടമിണ്ടായിരിക്കട, എന്നോട് അടിയായി. പിന്നെ നമ്മുടെ ഹോസ്റ്റ് എന്ത് ചെയ്യും, എല്ലാവരെയും ക്വൈറ്റ് ചെയ്യും. ആരാ നമ്മുടെ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ നെയിംലെസ് ആണല്ലേ. എന്നിട്ട് നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് ആ ഒരു സ്റ്റോറി തുടങ്ങും. ഈ ഒരു പാർട്ട് 2-ൽ ഒത്തിരി നമുക്ക് ഇന്റർപ്രിട്ടേഷൻസ് പറയാൻ പറ്റും ഇല്ലേ. വൈഫ് ഓഫ് ബാത്തിലൂടെ നമ്മുടെ ചോസർ ഉദ്ദേശിക്കുന്നത് മെൻ ടു റെപ്രസെന്റ് ദ ഫിക്കിൾനെസ് ഓഫ് വിമന്റെ ഫിക്കിൾനെസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ വൈഫ് ഓഫ് ബാത്തിന്റെ പ്രൊലോഗ്. മനസ്സിലായിക്കൊണ്ടെന്ന് വിചാരിക്കുവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.